വാർത്തകൾ തുടരുന്നു. തൃശൂർ മാന്നാമംഗലത്തെ കിണറ്റിൽ വീണ കാട്ടാന ചരിഞ്ഞു. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലും ആനയെ രക്ഷിക്കാനായില്ല. ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് കാട്ടാന കിണറ്റിൽ വീണത്. ഈ വള്ളി പച്ചക്കാട്ടാ, ഈ വള്ളി നോക്കി അനീഷ് ആന്റണി വിവരങ്ങളുമായി ചേരുന്നു. ആന്റണി, കാട്ടാനയെ രക്ഷിക്കാൻ വലിയ പരിശ്രമം നടന്നതായി നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ടെങ്കിലും അത് മരണത്തിന് കീഴടങ്ങി. എങ്ങനെയായിരുന്നു കാട്ടാന കിണറ്റിൽ വീണത്? രക്ഷാപ്രവർത്തനവും ഏത് വിധത്തിലായിരുന്നു? ഫിജി തൃശൂർ മാന്നാമംഗലം വെള്ളക്കാരിത്തരത്തിനടുത്ത് ആനക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ആനക്കുഴി സ്വദേശിയായ സുരേന്ദ്രന്റെ വീട്ടുകിണറ്റിലാണ് ഈ കൊമ്പൻ ആന വീണത്. ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് ആന വീണത്. വലിയ ആഴമുള്ള കിണർ കൂടിയാണ്. കിണറ്റിൽ വെള്ളവും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആന ഈ സംഭവം ഉണ്ടായതോടെ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ JCB ഈ സ്ഥലത്തേക്ക് എത്തിച്ച് മണ്ണ് മാന്തി ആനയെ രക്ഷിക്കാനായിരുന്നു നീക്കം. മണ്ണ് മാന്തൽ ആനയുടെ അടുത്ത് വരെ എത്തിയതായിരുന്നു. ഇതിനുശേഷം അവസാന ഘട്ടത്തിലാണ് ആന ചെരിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇന്ന് രാവിലെ 7 മണിയോടെയാണ് ആന ചെരിഞ്ഞത്. ആന പുറക് ഭാഗം കുത്തിയാണ് കിണറ്റിലേക്ക് വീണത്. മാത്രമല്ല, കിണറിന് വൃത്തം കുറവായതിനാൽ ആന കിണറ്റിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ JCB ഉപയോഗിച്ച് മണ്ണ് മാന്തി ആനയുടെ അടുത്ത് എത്തുന്നത് വരെ ആന മണിക്കൂറുകളോളമാണ് ഈ കിണറ്റിൽ കുടുങ്ങിക്കിടന്നത്. ഈ വീഴ്ചയുടെ ആഘാതത്തിൽ ആനയുടെ നടുവിന് സാരമായി പരിക്കേറ്റിട്ടുണ്ടാകാം. ഇതായിരിക്കാം ആനയുടെ മരണത്തിന് കാരണമായതെന്നാണ് വനംവകുപ്പിന്റെ ഒരു നിഗമനം ഇപ്പോൾ ഉള്ളത്. എന്തായാലും 7 മണിയോടെ ഈ ആനയുടെ തുമ്പിക്കൈ, അതുവരെ തുമ്പിക്കൈ മേലോട്ട് ഉയർത്തി പിടിച്ചു നിന്നിരുന്ന ആന 7 മണിയോടെ ആയപ്പോഴേക്കും തുമ്പിക്കൈ വെള്ളത്തിലേക്ക് താഴ്ന്നു പോവുകയും അനങ്ങാതാവുകയും ആയിരുന്നു. എന്തായാലും മാന്നാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷനിൽ വരുന്ന ഒരു പ്രദേശമാണ്, ലിമിറ്റിൽ വരുന്ന ഒരു പ്രദേശമാണ് ഈ ആനക്കുഴി എന്ന് പറയുന്ന സ്ഥലം. മാത്രമല്ല, ഉല്ലൂർ പോലീസിന്റെ ലിമിറ്റ് കൂടിയാണ് ഈ പ്രദേശം. DFO ഉൾപ്പെടെയുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ സംഭവ സ്ഥലത്തുണ്ട്. ഇനി എന്തായാലും ക്രെയിൻ എത്തിച്ച് വേണം ആനയുടെ മൃതദേഹം കരയ്ക്ക് കയറ്റാൻ. ഇത്തരത്തിലൊരു പദ്ധതിയാണ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിന് ഏകദേശം ഉച്ചവരെ സമയമെടുക്കുമെന്നാണ് പറയുന്നത്. മാത്രമല്ല, വനംവകുപ്പിന്റെ സർജൻ ഉൾപ്പെടെ എത്തി പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഇതിനുശേഷം വനത്തിൽ കൊണ്ടുപോയി സംസ്കരിക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും വാഹനം വനത്തിൽ എവിടെ വരെയാണ് എത്തുന്നത് അവിടെ വരെ എത്തിച്ച് സംസ്കാരം നടത്താനാണ് നീക്കം. എന്തായാലും നിരന്തരം ആനശല്യമുള്ള ഒരു മേഖലയാണ് ഈ വെള്ളിക്കുളങ്ങര മേഖല. മാത്രമല്ല, വ്യാപകമായി കൃഷിനാശം വരെ വരുത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ വെള്ളിക്കുളങ്ങര ആനക്കുഴി പ്രദേശം. എന്തായാലും ഈ JCB ഇവിടേക്ക്, കിണറിനടുത്തേക്ക് JCB എത്തിക്കാനായി 25ഓളം കവുങ്ങൾ ഉൾപ്പെടെ മാറ്റേണ്ടതായി വന്നു. ഇതിന്റെ നഷ്ടപരിഹാരം വേണമെന്ന് ഈ വീട്ടുടമ ആവശ്യപ്പെട്ടതായാണ് വിവരം. മാത്രമല്ല, കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്നവരുടെ വീട്ടുകിണറിലാണ് ആന വീണത്. ഈ JCB ഉപയോഗിച്ച് ചാലു കീറിയതോടെ കിണറിനും നാശനഷ്ടമുണ്ടായി. ഉപയോഗിക്കാനാകാത്ത ഒരു അവസ്ഥയാണുള്ളത്. ഈ കിണറും പൂർവ്വസ്ഥിതിയിലാക്കണമെന്നും വീട്ടുടമ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അനീഷ് ആന്റണി റിപ്പോർട്ട് ചെയ്യുന്നു. കിണറ്റിൽ വീണ കാട്ടാന ചരിഞ്ഞു.